Okay, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോകെമിസ്ട്രിയിലെ നമ്മുടെ ഒരു ചാപ്റ്ററാണ് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ. സോ വാട്ട് ഈസ് ലിപ്പിഡ്? ലിപ്പിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഓൾറെഡി നോ about lipid. What is lipid? We already knows lipid membrane, plasma membrane, etc. So lipid is an integral component of that particular membrane, plasma membrane. So what is lipid? It can be defined as it is a non-polar, water insoluble and are soluble in non-polar organic solvents like benzene, alcohol, ether, etc. So എന്താണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പോളാർ ആണ്. സോ ഇറ്റ് cannot interact with water or it hate to interact with water. സോ അതാണ് നോൺ പോളാർ എന്ന് പറയുന്നത്. പോളാർ അല്ല. ദെൻ വാട്ടറിൽ ഇൻസോല്യൂബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ മോളിക്യൂൾസ് വാട്ടറിൽ സോല്യൂബിൾ ആയിരിക്കും. പക്ഷേ ഇത് നോൺ പോളാർ ആയത് കാരണം ഇറ്റ് ഈസ് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ ആൻഡ് ആർ സോല്യൂബിൾ ഇൻ. സോല്യൂബിൾ ആണ് നോൺ പോളാർ ആയിട്ടുള്ള ഓർഗാനിക് സോൾവെൻറ്റ്സ് ലൈക്ക് ആൽക്കഹോളിലൊക്കെ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. സോ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കലി വാട്ട് ഈസ് ലിപ്പിഡ്? അപ്പോൾ നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ലിപ്പിഡ്സിനെ ഡിഫൈൻ ചെയ്തു. അടുത്തത് കെമിക്കലി വാട്ട് ഈസ് ലിപ്പിഡ്സ്? ലിപ്പിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പിഡ്സ് ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും എസ്റ്റർ ബോണ്ട് വഴി ഫോം ചെയ്തിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് കെമിക്കലി ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. സോ ഇതിലിപ്പോൾ നമ്മൾ ഓരോന്നും വാട്ട് ഈസ് ഫാറ്റി ആസിഡ്, വാട്ട് ഈസ് ഗ്ലിസറോൾ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ടോപ്പിക്സിൽ പഠിക്കും. ഇനി നമ്മൾ ഫാറ്റി ആസിഡ്സ് എന്താണെന്നുള്ളത് നെക്സ്റ്റ് നോക്കാം. ഒരു ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ ചെയിൻ. ഒരു ചെയിനായിട്ടുള്ള ഹൈഡ്രജനും കാർബണും കൂടി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ അലിഫാറ്റിക് ചെയിനെയാണ് ഒരു ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. സോ ഇതിനകത്തുള്ള ഫാറ്റി ആസിഡ്സിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഗ്ലിസറോൾ? ഗ്ലിസറോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആൽക്കഹോൾ. OH കണ്ടെയ്നിങ് ആയിട്ടുള്ള ആൽക്കഹോളിക് ഗ്രൂപ്പുള്ള ഒരു കോമ്പൗണ്ടാണ്, ഒരു മോളിക്യൂളാണ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. ഈ ഗ്ലിസറോൾ, ഈ ആൽക്കഹോളിക് പാർട്ട്, ഫാറ്റി ആസിഡും ഗ്ലിസറോളും എന്ന് പറഞ്ഞു റഫായിട്ട് നമ്മൾ ഈ ഗ്ലിസറോൾ എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ് റെപ്രസെന്റ്സ് ദ ആൽക്കഹോളിക് പാർട്ട് ഓഫ് ദിസ് ലിപ്പിഡ്. സോ ആൽക്കഹോൾ മേ ബി ഗ്ലിസറോൾ ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ ഗ്ലിസറോൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കാം. ആനിമൽസിൽ അങ്ങനത്തൊക്കെ ചിലപ്പോൾ ഫാറ്റി ആസിഡുമായിട്ട് ലിങ്ക് ചെയ്ത് കാണപ്പെടാറ്. ചിലപ്പോൾ കോളസ്റ്റിറോൾ ആയിരിക്കാം. ഓക്കെ, ഗ്ലിസറോൾ തന്നെ ആയിക്കോളണം നിർബന്ധമില്ല. പക്ഷേ ജനറൽ എന്ന് പറയുന്നത് എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് പ്ലസ് ഗ്ലിസറോൾ എന്നാണ് ലിപ്പിഡ്സിന്റെ കെമിക്കൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ലിപ്പിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു under three major categories. They are simple lipids, compound lipids and isopreneurs units. First of all, we are going to discuss about the first one, which is simple lipid. Simple lipid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are fatty acids ആണ്. ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സും ആൽക്കഹോളും തമ്മിലുള്ള എസ്റ്റർ ബോൺസിനെയാണ് സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സിമ്പിൾ ലിപ്പിഡ്? ഫാറ്റി ആസിഡും ആൽക്കഹോളും. ഈ ആൽക്കഹോളിക് പാർട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫാറ്റ്. ഏത് ഫാറ്റിനെയാണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ആൽക്കഹോൾ മേ ബി ചേഞ്ച്ഡ് ആയിരിക്കാം. അപ്പോൾ അത് എന്ന് പറയുന്നത് ആൽക്കഹോള് ഗ്ലിസറോൾ ആയിട്ടുള്ളതുണ്ട്, നോൺ ഗ്ലിസറോൾ ആയിട്ടുള്ള ആൽക്കഹോളിക് പാർട്ട് ഉള്ളതുണ്ട്. ഗ്ലിസറോൾ പാർട്ട് ആയിട്ടുള്ളതാണ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. ന്യൂട്രൽ ഫാറ്റ്സ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഗ്ലിസറോൾ ആസ് എ ആൽക്കഹോൾ മൊയിറ്റി. ദെൻ വാക്സ് എന്ന് പറയുന്നത് വാക്സ് നോൺ ഗ്ലിസറോൾ ആണ്, അഥവാ ഫാറ്റി ആസിഡ് ഉണ്ട്, പക്ഷെ ഇവിടെ ഗ്ലിസറോളിന് പകരം ആൽക്കഹോളിക് പാർട്ട് എന്ന് പറയുന്നത് നോൺ ഗ്ലിസറോളിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആൽക്കഹോളിക് ആയിരിക്കാം. അപ്പം അതിനെയാണ് വാക്സ് എന്ന് പറയുന്നത്. സോ വാക്സ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് പ്ലസ് നോൺ ഗ്ലിസറോൾ ആണ്. ആൽക്കഹോളിക് പാർട്ട് ഹിയർ ഇസ് നോൺ ഗ്ലിസറോൾ. ഗ്ലിസറോൾ ആണെന്നുവെച്ചെങ്കിൽ അത് ഫാറ്റ് എന്ന് പറയുന്നത്. സോ ജനറൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ ദേ ആർ മെയിൻലി ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഈ വാക്സ് കാണപ്പെടുന്നത് ബേർഡ്സിന്റെ
ഫെദറിൽ ഇൻസെക്റ്റിൻ്റെ എക്സോസ്കെൽട്ടനിലൊക്കെ കാണപ്പെടുന്നത് ദിസ് ടൈപ്പ് ഓഫ് വാക്സസ് ആണ്. അതുകൊണ്ടാണ് അതിനൊരു ഹൈഡ്രോഫോബിക് നേച്ചർ, ഫെദറിനൊക്കെ ഒരു ഹൈഡ്രോഫോബിക് നേച്ചറൊക്കെ ഉള്ളത്. ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇത് ഏതിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് ബേർഡ്സിലും ഇൻസെക്ട്സിലൊക്കെ കാണപ്പെടുന്നത്. എക്സാമ്പിൾസ് ആണ് ഈ വാക്സിൻ എക്സാമ്പിളാണ്. ബി വാക്സ്, കർണോബ വാക്സ്, ലനോലിൻ, വൂൾ ഫാറ്റ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. രണ്ടാമത്തേതാണ് നമുക്ക് പഠിക്കാനുള്ള ന്യൂട്രൽ ഫാറ്റ് എന്ന് പറയുന്നത്. ന്യൂട്രൽ ഫാറ്റ് എന്ന് പറയുന്നത് it is also known as triglyceride. Why it is known as triglyceride? Because here a glycerol molecule is എന്താണ് polymerized to 3 fatty acids. 3 ഫാറ്റി ആസിഡിലേക്ക് ഒരു ഗ്ലിസറോൾ മോളിക്യൂളിനെ പോളിമറൈസ് ചെയ്തിട്ടുള്ള ഫോമിനെയാണ് ന്യൂട്രൽ ഫാറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ട്രൈഗ്ലിസറൈഡ്. ഒരു ഗ്ലിസറോളിലേക്ക് 3 ഫാറ്റി ആസിഡ്സിനെ ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് ഒരു ന്യൂട്രൽ ഫാറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും CH2OH, CHOH, CH2OH ആണ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. ഇതിൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈഡ്രോ കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഹൈഡ്രോ കാർബൺ. ആ ഫാറ്റി ആസിഡ്സ് 1, 2, 3 ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നു. ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഒരു ഫാറ്റിനെയാണ് ന്യൂട്രൽ ഫാറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ട്രൈഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ ന്യൂട്രൽ ഫാറ്റ്സിനെ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types based on the fatty acids which are attached to the glycerol. ഗ്ലിസറോളിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫാറ്റി ആസിഡ്സിനെ ബേസ് ചെയ്തിട്ട് ട്രൈഗ്ലിസറൈഡ്സ് വീണ്ടും 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ദേ ആർ ഹോമോ ട്രൈഗ്ലിസറൈഡ്സ് ആൻഡ് ഹെറ്ററോ ട്രൈഗ്ലിസറൈഡ്സ്. ഹോമോ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ദ ഫാറ്റി ആസിഡ് വിച്ച് ഇസ് അറ്റാച്ച്ഡ് ടു ഗ്ലിസറോൾ എന്ന് പറയുന്നത് സെയിം ടൈപ്പ് ആയിരിക്കും, ഒരേപോലത്തെ ഫാറ്റി ആസിഡ്സ് ആയിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഹെറ്ററോ ഗ്ലിസറൈഡ്സ്, ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിസറോളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് വേറൊരു ഫാറ്റി ആസിഡ് ആയിരിക്കും, ഇത് വേറൊന്നായിരിക്കും, ഇത് വേറൊന്നായിരിക്കും. അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്ന്, ഇതൊന്ന് വേറെ ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ഫാറ്റി ആസിഡ്സ് ആണ് ഗ്ലിസറോളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കണമെങ്കിൽ അതിനെയാണ് ഹെറ്ററോ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് അറിയപ്പെടുന്നത്. Now we are going to discuss about fatty acids. So what are fatty acids? Fatty acids എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിഫാറ്റിക് ആണ്, അഥവാ ചെയിൻ പോലെയാണ് പോവുക, നോട്ട് സൈക്ലിക്. അലിഫാറ്റിക് ആണ്, ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ്, അഥവാ കാർബണും ഹൈഡ്രജനും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ചെയിൻ വിത്ത് എ കാർബോക്സിൽ ഗ്രൂപ്പ് അറ്റ് വൺ എൻഡ്. ഒരു എൻഡിൽ എന്തായിരിക്കും? COOH ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, CH3 ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ്, CH2 N ടൈംസ്. ഇവിടെ N ടൈംസ് ഇടാൻ കാരണം എന്താണെന്നുള്ളത് നമുക്കറിയാം, കാരണം എത്ര വേണമെന്നുണ്ടെങ്കിലും ഈ ചെയിന് റിപ്പീറ്റ് ചെയ്ത് വരാം. സോ CH3 CH2 N ടൈംസ് അറ്റ് വൺ എൻഡ് യു ക്യാൻ സി COH. ഓക്കെ, ഇതിനെയാണ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഹൈഡ്രോ കാർബൺ ചെയിൻ വിത്ത് കാർബോക്സിലിക് ആസിഡ് ഓർ COOH അറ്റ് വൺ എൻഡ്. അതിനെയാണ് സിംപ്ലി ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. സോ ഫാറ്റി ആസിഡ്സിന്റെ ഒരു പാർട്ടിനെ ഹെഡ് ഗ്രൂപ്പ് എന്നും രണ്ടാമത്തെ പാർട്ടിനെ ടെയിൽ ഗ്രൂപ്പ് എന്നും പറയുന്നു. സോ ദിസ് ഇസ് ഹെഡ് ഗ്രൂപ്പ്, ദിസ് hydrocarbon aliphatic chain represents a head group and this is tail. Both are having different chemical properties. Tail group is polar, head group is non-polar. ഹെഡ് നോൺ പോളാറും ടെയിൽ ഗ്രൂപ്പ് പോളാറും ആയത് കാരണം ഒരൊറ്റ കോമ്പൗണ്ടിനകത്ത് തന്നെ ബോത്ത് ഹൈഡ്രോഫിലിക്കും ഹൈഡ്രോഫോബിക്കും ആയിട്ടുള്ള സ്ട്രക്ചേഴ്സുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു മോളിക്യൂളിനെ ആംഫിപാത്തിക് മോളിക്യൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഫ്രം വേർ ഫാറ്റി ആസിഡ്സ് ക്യാൻ ബി സിന്തസൈസ്ഡ്, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓൾ ഫാറ്റി ആസിഡ്സ് ക്യാൻ ബി സിന്തസൈസ്ഡ് ഫ്രം എ 2 കാർബൺ അസറ്റൈൽ ഗ്രൂപ്പ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു 2 കാർബൺ മോളിക്യൂൾ നിന്നാണ് ഈ ഫാറ്റി ആസിഡ്സിനൊക്കെ സിന്തസൈസ് ചെയ്യുന്നത്. നോർമലി ഫാറ്റി ആസിഡ്സിന്റെ ലോങ് ചെയിനകത്ത് കാർബണിന്റെ എണ്ണം 12 to 26, അല്ലെങ്കിൽ എക്സെപ്ഷണൽ കേസുകളിലായിട്ട് 3 to 25 ഓടും ഈവൺ നമ്പറിലും ഉള്ള ഫാറ്റി ആസിഡ്സ് ഉള്ള
സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പറയുന്നത് അപ്പോൾ CH3 CH2 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 എത്ര n ടൈംസ് വേണമെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ഒരു COH കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ്സ് ആയി. സോ ദിസ് ഇസ് അബൌട്ട് ഫാറ്റി ആസിഡ്സ്. നൗ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലിസറോളിനെ കുറിച്ചിട്ടാണ്. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഗ്ലിസറോൾസ്. Different types of fatty acids. Fatty acids can be classified into two. They are saturated fatty acids and unsaturated fatty acids. This classification is based on the presence of double bonds on the carbon skeleton. Carbon skeleton agathu double bond ulladine unsaturated fatty acids ennum, double bond illatha ഇതാണ് ഡബിൾ ബോണ്ട്. ഈ ഡബിൾ ബോണ്ട് ഉള്ള ഇതിനെയാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. ഡബിൾ ബോണ്ട് ഇല്ലാത്തതിനെയാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. സോ ഹിയർ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനെ എങ്ങനെയാണ് പറയാൻ പറ്റുക? വൺ ആൻഡ് യു ക്യാൻ സി കാർബോക്സിലിക് ഗ്രൂപ്പ് COH ഗ്രൂപ്പ് ആൻഡ് ദ അതർ ഇൻ ദ കാർബൺ സ്കെലിറ്റൺ യു ക്യാൻ സി മാക്സിമം നമ്പർ ഓഫ് ഹൈഡ്രജനെയാണ് ഫിൽ ചെയ്തിട്ടുണ്ടാവുക. And one end you can see CH3 CH2 n times COH. But in the case of unsaturated fatty acids, maximum number of hydrogen cannot be seen attached to the carbon skeleton. Carbon skeleton main carbon skeleton attach ചെയ്തിട്ടുള്ള രീതിയിൽ അതിനെ കാണാൻ വേണ്ടി പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് unsaturated fatty acids എന്ന് പറയുന്നത്. Saturated fatty acids എക്സാമ്പിൾ ആണ് അസറ്റിക് ആസിഡ്. Unsaturated fatty acid example ആണ് oleic acid. Okay, there are different kinds of unsaturated fatty acids. They are MUFA, which represents mono unsaturated fatty acids with one double bond. ഒരു double bond ഉണ്ടാവുള്ളൂ, like oleic acid. The other one is poly unsaturated fatty acids, PUFA, where you can expect many double bonds. Okay, next is based on the body requirement, fatty acids can be classified into two. They are essential fatty acids and non-essential fatty acids. Essential fatty acids are those fatty acids which must be supplied through food. So body cannot synthesize these fatty acids. It must be supplied through food. അതിനെയാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. അഥവാ ബോഡിക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല, അതിനെ ഫുഡിലൂടെ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ, ബോഡിക്ക് കിട്ടുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡിന് എക്സാമ്പിൾ ആണ് ലിനോലിക് ആസിഡ്, ലിനോലെനിക് ആസിഡ്, അരാക്കിഡോണിക് ആസിഡ് എക്സെട്ര. നെക്സ്റ്റ് ആണ് നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. സോ ദോസ് ഫാറ്റി ആസിഡ്സ് വിച്ച് ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻസൈഡ് യുവർ ബോഡി or which cannot be supplied through which is not essentially supplied through food. അതാണ് നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. they include examples for that include spermatic acid, oleic acid, etc. Okay, now we are going to discuss about the second part of lipid ന്റെ ഫാറ്റി ആസിഡിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടാണ് എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഫാറ്റി ആസിഡ്സിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഗ്ലിസറോൾ എന്താണ്? ഗ്ലിസറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ ചെയിനാണ്. ഒരു കാർബൺ ചെയിൻ ഉണ്ട്, കണ്ടില്ലേ, 3 കാർബൺ ഉണ്ട് അല്ലേ. അറ്റാച്ച്ഡ് വിത്ത് എസ് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കാർബൺ സ്കെലിട്ടൺ ആണ്, 3 കാർബൺ കോമ്പൗണ്ട് ആണ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. which is trihydroxy. That means 3 hydroxyl ഗ്രൂപ്പിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. This 3 hydroxyl group which are meant for attachment with fatty acids. അതുകൊണ്ടാണ് അതിനെ ട്രൈഗ്ലിസറൈഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ട്രൈഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള കാർബൺ സ്കെലിട്ടൺ ഉള്ള 3 കാർബൺ കോമ്പൗണ്ട് ആണ്, ഒരു വീക്ക് ആസിഡ് ആണ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. ദെൻ ഗ്ലിസറോളിൻ്റെ അറ്റാച്ച്മെൻറ്റ് സൈറ്റുകൾ നമ്മൾക്ക് നോക്കാം. എങ്ങനെയാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്? ഇതൊരു ഫാറ്റി ആസിഡാണ്, CH3 CH2 n times COH. Here this OH group can be attached with
CH2 COOHലെ ഈ OHലെ എച്ചുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് വാട്ടർ ലിബറേറ്റ് ചെയ്യും. ബാക്കിയുള്ള COയും ഓയും കൂടി തമ്മിൽ ലിങ്കായി വരും. അങ്ങനെ 3 സൈറ്റുകളുണ്ട് ഗ്ലിസറോളിന്. ഒന്നാമത്തെ സൈറ്റ് ഇത്, രണ്ടാമത്തെ സൈറ്റ് ഇത്, മൂന്നാമത്തെ സൈറ്റ് ഇത്. ഇത് ഒന്നാമത്തെ ഫാറ്റി ആസിഡ്, രണ്ടാമത്തെ ഫാറ്റി ആസിഡ്, മൂന്നാമത്തെ ഫാറ്റി ആസിഡ്. ആ ഫാറ്റി ആസിഡിന്റെ എൻഡിലുള്ള COOHലെ OH ഗ്രൂപ്പും എച്ചുമായിട്ടാണ് ലിങ്ക് വരുന്നത്. ഇത് ഫാറ്റി ആസിഡ്, ഇത് ഗ്ലിസറോൾ. And this fatty acids with this lipid with 3 fatty acids are known as triglycerides. Okay? രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലിപ്പിഡ്, സിമ്പിൾ ലിപ്പിഡ് നമ്മൾ കഴിഞ്ഞു. രണ്ടാമത്തെ ടൈപ്പാണ് കോമ്പൗണ്ട് ലിപ്പിഡ്. മൂന്നാമത്തെയാണ് ഐസോപ്രിനോയിഡ്സ് എന്നുള്ള ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സിമ്പിൾ ലിപ്പിഡ്സ് ഓവറാണ് നമ്മുടെ കഴിഞ്ഞു. രണ്ടാമത്തെ കോമ്പൗണ്ട് ലിപ്പിഡ്. കോമ്പൗണ്ട് ലിപ്പിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ദ ലിപ്പിഡ് ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് നോൺ ലിപ്പിഡ് ഗ്രൂപ്പ്. നമ്മൾക്കൊരു എക്സാമ്പിൾ നോക്കാം. ഗ്ലൈക്കോലിപ്പിഡ്. ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലിപ്പിഡ് വിച്ച് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ഷുഗർ, അഥവാ ദിസ് ഷുഗർ പാർട്ട് റെപ്രസെന്റ്സ് ദ നോൺ ലിപ്പിഡ് പാർട്ട് അല്ലേ. അപ്പോൾ ലിപ്പിഡ്സ് ലിങ്ക്ഡ് വിത്ത് നോൺ ലിപ്പിഡ് മോളിക്യൂൾസിനെയാണ് കോമ്പൗണ്ട് ലിപ്പിഡ് ഓർ കോൺജുഗേറ്റഡ് ലിപ്പിഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിനകത്തുള്ള ആറ്റംസ് ഇൻ അഡീഷൻ ടു കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, അഥവാ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഇതിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് ഈ ഒരു ലിപ്പിഡ്സിൻ്റെ. കാർബണും ഹൈഡ്രജനും ഓക്സിജനും വരും. ഇൻ അഡീഷൻ ടു ദാറ്റ് അറ്റാച്ച് ചെയ്യുന്നത് എന്താണോ അതിനനുസരിച്ചിട്ട് നൈട്രജൻ വരാം, സൾഫർ വരാം, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരാം. ഓക്കെ, ഏതാണ് അറ്റാച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇങ്ങനത്തെ NSP കൂടുതലായിട്ട് വരാം. കൂടാതെ ഫോസ്ഫോലിപ്പിഡിൽ ഫോസ്ഫറസ് ആണ് വരുന്നത്. ഗ്ലൈക്കോലിപ്പിഡ്, ഫോസ്ഫോലിപ്പിഡ്, ഇനി ഒരുപാട് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ലിപ്പിഡ്സ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് അബൌട്ട് ലിപ്പിഡ്, സിമ്പിൾ ലിപ്പിഡ്സ് ആൻഡ് കോമ്പൗണ്ട് ലിപ്പിഡ്സ് ഇൻ ബ്രീഫ്.